സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടിയുള്ള വേക്കൻസിയും വിജ്ഞാപനവും മുഖ്യഘട്ട പ്രവേശന സമയപരിധിക്ക് ശേഷം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അതോടുകൂടി അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. സപ്ലിമെൻ്ററി ഘട്ടം 2/7/2024 മുതൽ 31/7/2024 വരെയാണ്. 31/7 പ്രവേശന നടപടികൾ അവസാനിക്കും. ഇതോടൊപ്പം തന്നെ സ്കൂൾ ട്രാൻസ്ഫറും കോമ്പിനേഷൻ ട്രാൻസ്ഫറും ജില്ലാന്തര മാറ്റങ്ങളും ഉണ്ടാകുമെന്ന് കരുതുന്നു. അതിനുള്ള നോട്ടിഫിക്കേഷനും ഉടൻ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കാറ്റഗറി അടിസ്ഥാനത്തിലായിരിക്കും ഒഴിവുകൾ പ്രസിദ്ധീകരിക്കുന്നത്. ഉദാഹരണമായി ജനറൽ വിഭാഗത്തിൽ ഏതെല്ലാം സ്കൂളുകളിൽ എത്ര ഒഴിവുകളുണ്ട്, അതുപോലെ SC, ST, OEC, OBC, മറ്റ് വിഭാഗങ്ങൾ എന്നിവയിലായി എത്ര ഒഴിവുകൾ എവിടെയെല്ലാം ഉണ്ട് എന്നുള്ള വിവരമായിരിക്കും പ്രസിദ്ധീകരിക്കുക. അത് നോക്കി വേണം അപേക്ഷിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ ഒഴിവുകൾ ഉള്ള സ്കൂളിലേക്ക് വേണം ആദ്യം അപേക്ഷിക്കേണ്ടത്. ഒഴിവുകൾ കുറഞ്ഞ സ്കൂളിലേക്കും ഒഴിവുകൾ പ്രതീക്ഷിക്കുന്ന സ്കൂളിലേക്കും അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷകൾ രണ്ട് രീതിയിലാണ്. ഇതുവരെയും അപേക്ഷിക്കാൻ കഴിയാതിരുന്നവർ പുതിയ അപേക്ഷ ഓൺലൈൻ വഴി നൽകണം. മറ്റുള്ളവർ പഴയ അപേക്ഷ തന്നെ പുതുക്കി വയ്ക്കണം. അതിനുള്ള നിർദ്ദേശങ്ങൾ വിജ്ഞാപനത്തിൽ ഉണ്ടാകും. അതനുസരിച്ച് വേണം ചെയ്യേണ്ടത്. മുൻപ് നൽകിയിരുന്ന ഓപ്ഷനുകൾ ഒഴിവുകളുടെ അടിസ്ഥാനത്തിൽ പുനഃക്രമീകരിച്ച് വേണം അപേക്ഷിക്കുവാൻ. വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട പ്രക്രിയയാണിത്. അപേക്ഷയിൽ തെറ്റുകൾ വന്ന് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും അഡ്മിഷൻ നിരസിക്കപ്പെട്ട കുട്ടികൾ ഇനി അപേക്ഷ പുതുക്കി വയ്ക്കുമ്പോൾ ഹെൽപ്പ് ഡെസ്കിൻ്റെയോ മറ്റ് അധ്യാപകരുടെയോ സഹായത്താലോ ആയിരിക്കണം ഇത് ചെയ്യേണ്ടത്. ഇത് തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുവാൻ സഹായിക്കും. പുതുതായി അപേക്ഷിക്കുന്നവരും ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായത്താൽ അപേക്ഷിക്കുക. തെറ്റുകൾ കടന്നുകൂടിയാൽ അഡ്മിഷൻ നിരസിക്കപ്പെടുകയും അവസരങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും. നിലവിൽ ഏതെങ്കിലും കോട്ടയിൽ പ്രവേശനം നേടിയവർക്കും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും പ്രവേശനത്തിന് ഹാജരാകാതിരുന്നവർക്കും, അതായത് നോൺ ജോയിനിങ് ആയവർ, ഏതെങ്കിലും കോട്ടയിൽ പ്രവേശനം നേടിയ ശേഷം TC വാങ്ങി അൺഎയ്ഡഡ് സ്കൂളിലേക്കോ മാനേജ്മെൻറ്റ് കോട്ട സീറ്റിലേക്കോ അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകൾക്കോ അല്ലെങ്കിൽ മറ്റ് കോഴ്സുകൾക്കോ പോയവർക്കും അപേക്ഷിക്കുവാൻ സാധിക്കില്ല. ഇതുവരെയും അപേക്ഷിക്കാൻ കഴിയാതിരുന്നവർക്ക്, ഇതുവരെയും അഡ്മിഷൻ ലഭിക്കാതിരുന്നവർക്ക്, 1, 2, 3 അലോട്ട്മെൻറ്റുകളിൽ പിഴവുകൾ മൂലം അഡ്മിഷൻ നിരസിക്കപ്പെട്ടവർക്ക്, ഫൈനൽ കൺഫർമേഷൻ നടത്താൻ കഴിയാതിരുന്നവർക്ക്, ഈ 4 വിഭാഗങ്ങളിലുള്ളവർക്കാണ് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ വീണ്ടും അപേക്ഷിക്കാൻ അർഹതയുള്ളത്. ഏതെങ്കിലും കാരണവശാൽ മുഖ്യഘട്ടത്തിൽ അപേക്ഷ സമർപ്പിക്കുവാൻ കഴിയാതിരുന്ന കുട്ടികൾക്ക് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ അലോട്ട്മെൻറ്റിന് വേണ്ടി അപേക്ഷിക്കുവാൻ ഇപ്പോൾ അവസരമുണ്ട്. അതിനായി അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ജനസേവന കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ പഠിച്ചിരുന്ന സ്കൂളുകൾ വഴിയോ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. ആധാർ നിർബന്ധമാണ്. ഓൺലൈൻ രജിസ്റ്റർ ചെയ്ത ശേഷം കുട്ടികൾക്ക് ലഭിക്കുന്ന യൂസർ നെയിമും പാസ്വേഡും സൂക്ഷിച്ചു വയ്ക്കണം. പ്രസിദ്ധീകരിക്കുന്ന ഒഴിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഓപ്ഷനുകൾ പുനഃക്രമീകരിക്കേണ്ടത്. അപേക്ഷിക്കുമ്പോൾ തെറ്റുകൾ കടന്നുകൂടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനായി ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് ഇനി ഉണ്ടായിരിക്കുന്നതല്ല. എങ്ങനെയാണ് പുതുതായി അപേക്ഷ നൽകേണ്ടത് എന്നതിനെക്കുറിച്ച് ഉള്ള ഒരു വീഡിയോ ഇതിനു മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുകൂടി ശ്രദ്ധിക്കുക. മുഖ്യഘട്ടത്തിൽ അപേക്ഷിച്ചിട്ടും ഇതുവരെയും അഡ്മിഷൻ ലഭിക്കാതിരുന്നവർക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി നിലവിലുള്ള അപേക്ഷകൾ പുതുക്കി വയ്ക്കാവുന്നതാണ്. ഒഴിവുകളുടെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള ഓപ്ഷനുകൾ മാത്രമാണ് പുനഃക്രമീകരിക്കേണ്ടത്. മറ്റൊന്നും ചെയ്യേണ്ടതില്ല. ഓപ്ഷനുകൾ നേരത്തെ എഴുതി തയ്യാറാക്കി വേണം ഓൺലൈൻ ചെയ്യാൻ പോകേണ്ടത്. അതിനായി സ്കൂളിലെ അധ്യാപകരുടെ സേവനം തേടുന്നത് സഹായകരമായിരിക്കും. മറ്റെന്തെങ്കിലും തെറ്റുകൾ കൂടി മുൻപുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടോ എന്നുകൂടി ശ്രദ്ധിക്കുക. ഉണ്ടെങ്കിൽ അതുകൂടി തിരുത്തുക. അതിനുള്ള അവസരം കൂടിയാണിത്. തെറ്റായ വിവരങ്ങൾ നൽകിയത് മൂലം അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും അഡ്മിഷൻ നിരസിക്കപ്പെട്ടവർക്കും ഒഴിവുകളുടെ അടിസ്ഥാനത്തിൽ അപേക്ഷകൾ പുതുക്കി നൽകാവുന്നതാണ്. ഉദാഹരണമായി ഈഴവ കാറ്റഗറി ETBക്ക് പകരം OBC എന്ന് വെച്ചിട്ടുണ്ടാകാം. മുസ്ലിംസ് കാറ്റഗറി മുസ്ലിം എന്നതിന് പകരം OBC എന്ന് വെച്ചിട്ടുണ്ടാകാം. കൺവേർട്ടഡ് ക്രിസ്ത്യൻസ് ക്രിസ്ത്യൻ OBC എന്നതിന് പകരം OBC എന്ന് മാത്രം വെച്ചിട്ടുണ്ടാകാം. OBH വിഭാഗക്കാർ OEC എന്ന് വെച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ബോണസ് പോയിന്റിന് വേണ്ടിയോ ടൈ ബ്രേക്കിന് വേണ്ടിയോ അസൽ സർട്ടിഫിക്കറ്റുകളില്ലാതെ അത്തരം കോളങ്ങൾ yes എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാകാം. അങ്ങനെയുള്ളവരുടെ പ്രവേശനം സ്കൂളിൽ വെരിഫിക്കേഷൻ സമയത്ത് കണ്ടെത്തിയാണ് അഡ്മിഷൻ നിരസിക്കപ്പെട്ടിട്ടുള്ളത്. ഏതാണ് തെറ്റായി കൊടുത്തതെന്ന് വെരിഫിക്കേഷൻ സമയത്ത് കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അത് തിരുത്തി വേണം ഇപ്പോൾ അപേക്ഷിക്കേണ്ടത്. ഒപ്പം നിലവിലുള്ള ഓപ്ഷനുകളും ഒഴിവുകളുടെ അടിസ്ഥാനത്തിൽ പുനഃക്രമീകരിക്കേണ്ടതാണ്. യോഗ്യതാ പരീക്ഷയുടെ സ്കീം, രജിസ്റ്റർ നമ്പർ, പാസ്സായ വർഷം എന്നിവ തെറ്റായി നൽകിയവർക്ക് ശരിയായ വിവരങ്ങൾ നൽകി കാൻഡിഡേറ്റ് ലോഗിൻ രൂപീകരിച്ച് പുതിയ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. ഫൈനൽ കൺഫർമേഷൻ നടത്താൻ കഴിയാതിരുന്നവർക്കും ഇപ്പോൾ അപേക്ഷ പുതുക്കി വയ്ക്കുവാൻ അവസരമുണ്ട്. അപേക്ഷ ഓൺലൈനായി പൂരിപ്പിക്കാൻ എല്ലാ തയ്യാറെടുപ്പോടും കൂടി തന്നെ പോകാത്തതിനാൽ അന്ന് ഫൈനൽ കൺഫർമേഷൻ നടത്താതെ വരികയും പിന്നീട് ചെയ്യാം എന്ന് വിചാരിച്ചിരുന്ന ചിലരെങ്കിലും അത് മറന്നുപോയിട്ടുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് അലോട്ട്മെൻറ്റുകളിൽ അവസരം ലഭിക്കുകയില്ല. അതുകൊണ്ട് അപേക്ഷകൾ വീണ്ടും പുതുക്കി നൽകണം. ഒഴിവുകളുടെ അടിസ്ഥാനത്തിൽ ഓപ്ഷനുകൾ പുനഃക്രമീകരിച്ച് വേണം അപേക്ഷിക്കേണ്ടത്.
മറ്റ് തെറ്റുകൾ ഉണ്ടാകാതെ കൂടി ശ്രദ്ധിക്കണം. തെറ്റുകൾ കടന്നുകൂടി പ്രവേശനം ലഭിക്കാതെ വന്നാൽ പിന്നീട് അവസരങ്ങൾ നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഓൺലൈൻ ചെയ്യാൻ പോകുന്ന സ്ഥാപനങ്ങളിൽ ഫൈനൽ കൺഫർമേഷൻ നടത്താൻ ഒരു കാരണവശാലും ഏൽപ്പിച്ചിട്ട് പോകരുത്. കൂടെ നിന്ന് ഫൈനൽ കൺഫർമേഷൻ നടത്തി പ്രിൻ്റ് ഔട്ടും ആയി വേണം തിരികെ പോകാൻ. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാതിരുന്ന വിദ്യാർത്ഥികളെ തുടർന്നുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കാറില്ല. അഡ്മിഷൻ നേടാത്തതിന് കാരണങ്ങൾ പലതായിരിക്കാം. ദൂരെ സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ യാത്രാ സൗകര്യങ്ങളില്ലാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഗ്രൂപ്പോ കോമ്പിനേഷനോ കിട്ടാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടിയ വിവരം അറിയാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ രോഗാവസ്ഥകൾ കൊണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും അഡ്മിഷൻ എടുക്കാതിരുന്ന കുട്ടികൾക്ക് അവരുടെ അവസരം നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാതിരുന്ന ഇത്തരം കുട്ടികളെ തുടർന്നുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിൽ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. എന്താണ് സ്കൂൾ ട്രാൻസ്ഫർ? എന്താണ് കോമ്പിനേഷൻ ട്രാൻസ്ഫർ? ട്രാൻസ്ഫർ കിട്ടിയാൽ എന്തൊക്കെ അറിഞ്ഞിരിക്കണം? ഫീസ് വിവരങ്ങൾ എന്നിവ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും ഉണ്ടാകുന്ന സംശയ നിവാരണത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ്. ഇതിനു മുൻപ് ഓൺലൈൻ ആയിട്ടായിരുന്നു അപേക്ഷിക്കേണ്ടത്. ഇപ്പോഴും അങ്ങനെയാകാനാണ് സാധ്യത. ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം ക്ലാസുകൾ തുടങ്ങിയ ശേഷം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഏത് ഗ്രൂപ്പിലും കോമ്പിനേഷനിലും അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കും ട്രാൻസ്ഫറിന് അപേക്ഷ നൽകാവുന്നതാണ്. ട്രാൻസ്ഫർ രണ്ടു തരമുണ്ട്: സ്കൂൾ ട്രാൻസ്ഫറും കോമ്പിനേഷൻ ട്രാൻസ്ഫറും. ഫസ്റ്റ് ഓപ്ഷനിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് സ്കൂൾ ട്രാൻസ്ഫറിനോ കോമ്പിനേഷൻ ട്രാൻസ്ഫറിനോ അപേക്ഷിക്കുവാൻ അവസരം ലഭിക്കുകയില്ല. കാരണം അത്തരം കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷനും സ്കൂളും ആണ് ലഭിച്ചിരിക്കുന്നത്. മുൻകാലങ്ങളിലും അങ്ങനെയായിരുന്നു. അതാത് ജില്ലകളിൽ മാത്രമേ ട്രാൻസ്ഫർ അനുവദിക്കുകയുള്ളൂ. ജില്ലകൾ മാറാനുള്ള അവസരം ഇപ്പോൾ ലഭിക്കില്ല. ജില്ലകൾ മാറാനും ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ചവർക്ക് മാറാനും ഒരവസരം അവസാന ഘട്ടത്തിൽ ചിലപ്പോൾ ലഭിച്ചേക്കാം. സ്കൂൾ മാറ്റത്തിനും കോമ്പിനേഷൻ മാറ്റത്തിനും അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടായിരിക്കും. മുൻകാലങ്ങളിൽ അഡ്മിഷൻ എടുത്തിരുന്ന സ്കൂൾ വഴിയായിരുന്നു. എങ്ങനെയായിരിക്കും എന്നത് നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ അറിയുവാൻ സാധിക്കുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും ലഭിക്കും. ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്ക് ലഭിച്ച ഗ്രൂപ്പോ കോമ്പിനേഷനോ മാറാതെയുള്ള മാറ്റത്തിനാണ് സ്കൂൾ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. സ്കൂൾ ട്രാൻസ്ഫർ വഴി കുട്ടികൾക്ക് വീടിനടുത്തേക്കുള്ള സ്കൂളിലേക്കോ ഇഷ്ടപ്പെട്ട സ്കൂളിലേക്കോ പഠിക്കുന്നതിനുള്ള സൗകര്യമായിരിക്കും ലഭിക്കുക. ഏത് ഗ്രൂപ്പിൽ ഏത് കോമ്പിനേഷനിലാണോ ഇപ്പോൾ കുട്ടിക്ക് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്, അതേ ഗ്രൂപ്പിലും അതേ കോമ്പിനേഷനും ഉള്ള മറ്റ് സ്കൂളുകളിലേക്ക് മാത്രമേ ട്രാൻസ്ഫർ അനുവദിക്കുകയുള്ളൂ. ഉദാഹരണമായി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് കോമ്പിനേഷൻ ഉള്ള സയൻസ് എടുത്ത ഒരു കുട്ടിക്ക് ഇതേ കോമ്പിനേഷനുള്ള മറ്റൊരു സ്കൂളിലേക്ക് മാത്രമേ സ്കൂൾ മാറ്റം ലഭിക്കുകയുള്ളൂ. ഈ കുട്ടിക്ക് കമ്പ്യൂട്ടർ സയൻസ് ഉൾപ്പെട്ട കോമ്പിനേഷനിലേക്കോ മറ്റ് കോമ്പിനേഷനിലേക്കോ യാതൊരു കാരണവശാലും മാറ്റം അനുവദിക്കില്ല. ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സ് കോമ്പിനേഷൻ ഉള്ള കൊമേഴ്സ് ഗ്രൂപ്പിലെ അഡ്മിഷൻ ലഭിച്ച ഒരു കുട്ടിക്ക് ഇതേ കോമ്പിനേഷനുള്ള മറ്റ് സ്കൂളിലേക്ക് മാത്രമേ സ്കൂൾ മാറ്റത്തിന് അർഹതയുള്ളൂ. ഹിസ്റ്ററി, ജിയോഗ്രഫി, പൊളിറ്റിക്സ്, സോഷ്യോളജി കോമ്പിനേഷനുള്ള ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് എടുത്ത ഒരു കുട്ടിക്ക് ഇതേ കോമ്പിനേഷനുള്ള മറ്റ് സ്കൂളുകളിലേക്ക് മാത്രമേ ട്രാൻസ്ഫർ അനുവദിക്കുകയുള്ളൂ. ഇതാണ് സ്കൂൾ മാറ്റത്തിൻ്റെ കണ്ടീഷൻ. കോമ്പിനേഷൻ ട്രാൻസ്ഫർ: ലഭിച്ച ഗ്രൂപ്പോ കോമ്പിനേഷനോ മാറി മറ്റൊരു ഗ്രൂപ്പിലേക്കോ കോമ്പിനേഷനിലേക്കോ മാറുന്നതിനെയാണ് കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. കോമ്പിനേഷൻ ട്രാൻസ്ഫർ വഴി കുട്ടിക്ക് ഇഷ്ടപ്പെട്ട വിഷയം പഠിക്കാനുള്ള അവസരമാണ് ലഭിക്കുക. ഉദാഹരണമായി, ബയോളജി സയൻസ് ആഗ്രഹിച്ചിരുന്ന ഒരു കുട്ടിക്ക് കൊമേഴ്സിലാണ് അഡ്മിഷൻ ലഭിച്ചത്. കോമ്പിനേഷൻ ട്രാൻസ്ഫർ നടന്നില്ല എങ്കിൽ ആ കുട്ടി കൊമേഴ്സ് തന്നെ തുടർന്ന് പഠിക്കേണ്ടി വരും. എന്നാൽ കോമ്പിനേഷൻ ട്രാൻസ്ഫർ വഴി അർഹതയുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ബയോളജി സയൻസ് ലഭിക്കുകയും കുട്ടിയുടെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സാധിക്കുകയും ചെയ്യുന്നു. കോമ്പിനേഷൻ ട്രാൻസ്ഫർ മെറിറ്റ് അടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കുക. സയൻസിന് ആകെ 9 വ്യത്യസ്ത കോമ്പിനേഷനുകളാണുള്ളത്. ഈ 9 കോമ്പിനേഷനിലേക്കും അഡ്മിഷൻ ലഭിച്ച കുട്ടികൾക്ക് അത് പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ കൊമേഴ്സ് ഗ്രൂപ്പ് എടുത്തോ ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് എടുത്തോ പഠിക്കാം. കൊമേഴ്സ് ഗ്രൂപ്പിൽ 4 കോമ്പിനേഷനാണ് ഉള്ളത്. ഈ 4 കോമ്പിനേഷനിൽപ്പെട്ട ഏത് കോമ്പിനേഷനിലേക്ക് വേണമെങ്കിലും ട്രാൻസ്ഫർ വഴി അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ സയൻസിലെ ഈ 9 കോമ്പിനേഷനിൽ അഡ്മിഷൻ ലഭിച്ച കുട്ടികൾക്കാർക്കെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണ് പഠിക്കാൻ താല്പര്യമെങ്കിൽ ഹ്യൂമാനിറ്റീസിലെ 26 കോമ്പിനേഷനിൽപ്പെട്ട ഏത് കോമ്പിനേഷനിലേക്ക് വേണമെങ്കിലും ട്രാൻസ്ഫർ വഴി അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ കൊമേഴ്സിലെ 4 കോമ്പിനേഷനിൽപ്പെട്ട കുട്ടികൾക്കും സയൻസ് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സയൻസിലെ 9 കോമ്പിനേഷനുകളിലേക്കും ട്രാൻസ്ഫറിന് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ കൊമേഴ്സിലെ കുട്ടികൾക്ക് ഹ്യൂമാനിറ്റീസ് ആണ് പഠിക്കാൻ താല്പര്യമെങ്കിൽ 26 കോമ്പിനേഷൻ അടങ്ങിയ ഹ്യൂമാനിറ്റീസിലെ ഏതെങ്കിലും കോമ്പിനേഷനുകളിലേക്കും ട്രാൻസ്ഫറിന് അപേക്ഷിക്കാവുന്നതാണ്. 26 കോമ്പിനേഷൻ അടങ്ങിയ ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ നിന്നും ആഗ്രഹമുള്ളവർക്ക് സയൻസിലെ ഇഷ്ടപ്പെട്ട കോമ്പിനേഷനിലേക്കോ കൊമേഴ്സിലെ ഇഷ്ടപ്പെട്ട കോമ്പിനേഷനിലേക്കോ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാവുന്നതാണ്.
ഈ രീതിയിലായിരിക്കും കോമ്പിനേഷൻ ട്രാൻസ്ഫർ നടത്തുക. അതായത് സയൻസ് ടു കൊമേഴ്സ്, സയൻസ് ടു ഹ്യൂമാനിറ്റീസ്, അല്ലെങ്കിൽ കൊമേഴ്സ് ടു സയൻസ് ഓർ കൊമേഴ്സ് ടു ഹ്യൂമാനിറ്റീസ്, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ടു സയൻസ് ഓർ ഹ്യൂമാനിറ്റീസ് ടു കൊമേഴ്സ്, ഇങ്ങനെ ആയിരിക്കും. ഇവിടെ അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ ആണോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ആയിരിക്കണം അപേക്ഷിക്കേണ്ടത്. അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് തെറ്റുതിരുത്തുവാനുള്ള അവസരം ഉണ്ടാകില്ല. നിങ്ങൾക്ക് ഏതിലേക്കാണോ അലോട്ട്മെൻറ്റ് വരുന്നത് അതിൽ നിർബന്ധമായും അഡ്മിഷൻ എടുക്കേണ്ടി വരും. അതുകൊണ്ട് അപേക്ഷിക്കുന്നതിന് മുൻപായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ ആണോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമായിരിക്കണം അപേക്ഷിക്കേണ്ടത്. അതിന് നിങ്ങളുടെ സ്കൂളിലെ അധ്യാപകരുടെ സേവനം ആവശ്യപ്പെടുന്നത് നല്ലതായിരിക്കും. തെറ്റുകൾ വരാതെ സൂക്ഷിക്കുക, പിന്നീട് തിരുത്തുവാനുള്ള അവസരം ഉണ്ടാകില്ല. സ്കൂൾ ട്രാൻസ്ഫറോ കോമ്പിനേഷൻ ട്രാൻസ്ഫറോ ലഭിക്കുന്ന ഒരു കുട്ടി ട്രാൻസ്ഫറായ സ്കൂളിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം? അഡ്മിഷൻ ലഭിച്ച സ്കൂളിൽ നിന്നും ടിസിയും കോണ്ടസ്റ്റ് സർട്ടിഫിക്കറ്റും വാങ്ങി വേണം പോകാൻ. നിങ്ങൾക്ക് ആദ്യം അഡ്മിഷൻ ലഭിച്ച സ്കൂളിൽ നിന്നും ടിസിയും കോണ്ടസ്റ്റ് സർട്ടിഫിക്കറ്റും പുതുതായി ലഭിക്കും. നിങ്ങൾ അഡ്മിഷൻ സമയത്ത് 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോൾ നൽകിയ ടിസിയോ കോണ്ടസ്റ്റ് സർട്ടിഫിക്കറ്റോ ആയിരിക്കില്ല ഇപ്പോൾ തരിക. അതുപോലെ ആദ്യം അഡ്മിഷൻ ലഭിച്ച സ്കൂളിൽ അടച്ച സ്പെഷ്യൽ ഫീസിൻ്റെ രസീത് ട്രാൻസ്ഫർ ലഭിക്കുന്ന സ്കൂളിൽ ഹാജരാക്കണം. നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചപ്പോൾ സ്കൂളിലെ അധ്യാപകർ പറഞ്ഞു തന്നിട്ടുണ്ടാകും ഫീസ് രസീത് കളയാതെ സൂക്ഷിക്കണമെന്ന്. അതിൻ്റെ ആവശ്യം ഈ അവസരത്തിലാണ് ഉണ്ടാകുക. ഈ ഫീസ് രസീത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിക്കുന്ന സ്കൂളിൽ കാണിച്ചില്ലെങ്കിൽ നിങ്ങൾ അവിടെ ഫീസ് വീണ്ടും അടയ്ക്കേണ്ടി വരും. രസീത് കാണിച്ചാൽ ഫീസ് അടയ്ക്കേണ്ട. കോമ്പിനേഷൻ മാറുന്നത് കൊണ്ട് ഫീസിൽ വ്യത്യാസം വരും. ആ ഫീസ് മാത്രം അടച്ചാൽ മതിയാകും. അതുപോലെ കോഷൻ ഡെപ്പോസിറ്റ് അടച്ചതും തിരികെ വാങ്ങണം. സയൻസ് വിഭാഗത്തിലെ കുട്ടികൾ 150 രൂപയാണ് കോഷൻ ഡെപ്പോസിറ്റ് അടച്ചിട്ടുള്ളത്. കൊമേഴ്സ് വിഭാഗത്തിലെയും ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിലെയും കുട്ടികൾ 100 രൂപയാണ് കോഷൻ ഡെപ്പോസിറ്റ് അടച്ചിട്ടുള്ളത്. ഈ കോഷൻ ഡെപ്പോസിറ്റ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിക്കുമ്പോൾ അന്ന് തന്നെ അവിടെ നിന്ന് തിരികെ ലഭിക്കുന്നതാണ്. നിങ്ങൾ ഏത് സ്കൂളിലാണ് തുടർന്ന് പഠിക്കുന്നത് അവിടെയാണ് കോഷൻ ഡെപ്പോസിറ്റ് അടയ്ക്കേണ്ടത്. ഈ തുക നിങ്ങൾ കോഴ്സ് പൂർത്തിയായി പോകുന്ന അവസരത്തിൽ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ്. PTA ഫണ്ടും തിരികെ വാങ്ങണം. അതിനായി നിങ്ങൾ PTA ഫണ്ട് അടച്ചപ്പോൾ ലഭിച്ച രസീത് കാണിക്കണം. രസീത് കാണിച്ചില്ലെങ്കിൽ PTA ഫണ്ട് തിരികെ ലഭിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും. ഈ PTA ഫണ്ട് വാങ്ങി നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിച്ച സ്കൂളിൽ അടയ്ക്കണം. കുട്ടി എവിടെയാണോ തുടർന്ന് പഠിക്കുന്നത് അവിടെയാണ് PTA ഫണ്ടും അടയ്ക്കേണ്ടത്. നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിക്കുമ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. ട്രാൻസ്ഫർ ലഭിക്കുന്ന കുട്ടികൾ അടയ്ക്കേണ്ട ഫീസ് വിവരത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. സ്കൂൾ ട്രാൻസ്ഫർ ലഭിക്കുന്ന കുട്ടികൾ അതേ കോമ്പിനേഷനിൽപ്പെട്ട വിഷയമുള്ള സ്കൂളിലേക്കാണ് മാറുന്നതെങ്കിൽ സ്പെഷ്യൽ ഫീസ് അടയ്ക്കേണ്ടി വരില്ല. കോഷൻ ഡെപ്പോസിറ്റും PTA ഫണ്ടും മാത്രം അടച്ചാൽ മതിയാകും. കാര്യം ഒരു സ്കൂളിൽ നിന്നും അതേ കോമ്പിനേഷനുള്ള മറ്റ് സ്കൂളിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഫീസിൽ വ്യത്യാസം ഉണ്ടാകത്തില്ല. എന്നാൽ കൊമേഴ്സിൽ നിന്നും സയൻസ് വിഭാഗത്തിൽ കോമ്പിനേഷൻ ട്രാൻസ്ഫർ വഴി പോകുന്ന ഒരു കുട്ടി പ്രാക്ടിക്കൽ വിഷയങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസം അനുസരിച്ച് ഫീസ് അടയ്ക്കേണ്ടി വരും. ഉദാഹരണമായി, അഡ്മിഷൻ ലഭിച്ച സ്കൂളിൽ കൊമേഴ്സിന് 2 പ്രാക്ടിക്കലാണ് ഉണ്ടായിരുന്നതെങ്കിൽ നിങ്ങൾ പ്രാക്ടിക്കൽ ഫീ ഒരു വിഷയത്തിന് 50 രൂപ വെച്ച് 100 രൂപയാണ് അടച്ചിട്ടുള്ളത്. എന്നാൽ സയൻസ് ലഭിക്കുമ്പോൾ അവിടെ 4 വിഷയങ്ങൾക്ക് പ്രാക്ടിക്കലുണ്ട്. അപ്പോൾ നിങ്ങൾ 2 വിഷയത്തിൻ്റെ 100 രൂപ കൂടി അഡീഷണലായി അടയ്ക്കണം. നേരത്തെ 100 രൂപ അടച്ചിട്ടുണ്ട്, ഇപ്പോൾ സയൻസിന് 100 രൂപ കൂടി അടയ്ക്കണം. അപ്പോൾ 4 പ്രാക്ടിക്കലിനും കൂടി 200 രൂപയാകും. കൂടാതെ കോഷൻ ഡെപ്പോസിറ്റും PTA ഫണ്ടും അവിടെ അടയ്ക്കണം. അതുപോലെ കൊമേഴ്സിൽ നിന്നും ഹ്യൂമാനിറ്റീസിലേക്ക് പോകുന്ന കുട്ടിയും ഇതുപോലെ തന്നെയാണ് ഫീസ് അടയ്ക്കേണ്ടത്. 2 പ്രാക്ടിക്കൽ വിഷയങ്ങൾ ഉണ്ടായിരുന്ന കൊമേഴ്സ് കോമ്പിനേഷനിൽ നിന്നും ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു പ്രാക്ടിക്കൽ മാത്രമേ ഉള്ളുവെങ്കിൽ പ്രത്യേകിച്ച് ഫീസ് അടയ്ക്കേണ്ട. 2 പ്രാക്ടിക്കൽ ഉണ്ടെങ്കിലും ഫീസ് അടയ്ക്കേണ്ട. കോഷൻ ഡെപ്പോസിറ്റും PTA ഫണ്ടും മാത്രം അടച്ചാൽ മതി. കൊമേഴ്സിനേക്കാൾ പ്രാക്ടിക്കലുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ മാത്രം ഫീസ് അടച്ചാൽ മതി. പ്രാക്ടിക്കലുകളുടെ എണ്ണം കുറവാണെങ്കിൽ അടച്ച ഫീസ് തിരികെ തരികയുമില്ല. കൊമേഴ്സിന് 2 പ്രാക്ടിക്കൽ ഉണ്ടായിരുന്നു. പോയ സ്കൂളിലേക്ക് ഹ്യൂമാനിറ്റീസിന് 1 പ്രാക്ടിക്കൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു പ്രാക്ടിക്കൽ ഫീസായ 50 രൂപ അധികം അടച്ചിട്ടുണ്ട്. അങ്ങനെ വന്നാൽ ആ ഫീസ് തിരികെ കിട്ടുന്നതല്ല. ഹ്യൂമാനിറ്റീസിൽ നിന്നും സയൻസിലേക്ക് പോകുമ്പോൾ സയൻസിൽ 4 പ്രാക്ടിക്കലുണ്ട്, 200 രൂപയാണ് പ്രാക്ടിക്കൽ ഫീസ്. ഹ്യൂമാനിറ്റീസിന് ചില കോമ്പിനേഷനിൽ 1 പ്രാക്ടിക്കൽ മാത്രമേ ഉള്ളൂവെങ്കിൽ ബാക്കി 150 രൂപ കൂടി അടയ്ക്കണം. 2 പ്രാക്ടിക്കൽ ഹ്യൂമാനിറ്റീസിന് ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്നാണ് പോകുന്നതെങ്കിൽ 100 രൂപ കൂടി അടച്ചാൽ മതി. കൂടാതെ കോഷൻ ഡെപ്പോസിറ്റും PTA ഫണ്ടും അവിടെ അടയ്ക്കണം. ഹ്യൂമാനിറ്റീസിൽ നിന്നും കൊമേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ ഹ്യൂമാനിറ്റീസിന് 1 പ്രാക്ടിക്കൽ ഉണ്ടായിരുന്ന ഒരു കോമ്പിനേഷനിൽ നിന്നാണ് 2 പ്രാക്ടിക്കലുള്ള കൊമേഴ്സ് കോമ്പിനേഷനിലേക്ക് പോകുന്നതെങ്കിൽ 1 പ്രാക്ടിക്കൽ ഫീസ് കൂടി അധികം അടയ്ക്കേണ്ടി വരും.
ഒപ്പം കോഷൻ ഡെപ്പോസിറ്റും PT ഫണ്ടും. ഇങ്ങനെ പ്രാക്ടിക്കൽ വിഷയങ്ങളുടെ എണ്ണത്തിനെ അടിസ്ഥാനമാക്കിയാണ് ട്രാൻസ്ഫർ വഴി ഫീസിനകത്ത് വ്യത്യാസം വരിക. ഓർത്തിരിക്കുക, നിങ്ങൾ ഏത് സ്കൂളിലാണോ പഠിക്കുന്നത് ആ സ്കൂളിലാണ് കോഷൻ ഡെപ്പോസിറ്റും PT ഫണ്ടും അടയ്ക്കേണ്ടത്. ട്രാൻസ്ഫർ കിട്ടുമ്പോൾ ആദ്യം അഡ്മിഷൻ ലഭിച്ച സ്കൂളിൽ നിന്നും PT ഫണ്ടും കോഷൻ ഡെപ്പോസിറ്റും തിരികെ വാങ്ങാൻ മറക്കരുത്. നിർബന്ധമായും നിങ്ങൾക്കത് തിരികെ ലഭിക്കാൻ അർഹതയുള്ളതാണ്. കോമ്പിനേഷൻ ട്രാൻസ്ഫർ ലഭിക്കുന്ന കുട്ടികൾ സ്പെഷ്യൽ ഫീസിലുണ്ടാകുന്ന വ്യത്യാസം അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഫീസിലുണ്ടാകുന്ന വ്യത്യാസം, അതിൻ്റെ ഫീസും കോഷൻ ഡെപ്പോസിറ്റും PT ഫണ്ടുമാണ് അടയ്ക്കേണ്ടത്. സ്കൂൾ ട്രാൻസ്ഫറും കോമ്പിനേഷൻ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് മുൻകാലങ്ങളിൽ വിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവുകൾക്കനുസൃതമായിട്ടാണ്. കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും ഉണ്ടാകുന്ന സംശയ നിവാരണമാണ് ലക്ഷ്യം. +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഈ വീഡിയോയും നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കണ്ട.